സൗഖ്യമോ? ആ പിന്നെ ഈ സ്ഥലം എവിടെയാണ് സാറേ ഇത്? ഇത് വർക്കല. വർക്കല എന്ന് പറയും. നമ്മൾ വർക്കല ഒരു ഫാമിലാണ് നമ്മൾ വെക്കുന്നത്. ഈ എത്ര ആനിമലുണ്ട് സാറേ ഇത്? ഇത് ടോട്ടൽ 20 ആനിമൽസ് ആണ്. 20 ആനിമൽസ് ആണ്. ഓക്കെ. ഇപ്പം നിലവിലെ ഏത് സാധനം കൊടുക്കുന്നുണ്ട് സാറേ ഇതിൽ? ഇവിടെ നമ്മൾ കൊടുക്കുന്നത് TMR എന്ന് പറയും, ടോട്ടൽ മിക്സ് റേഷൻ എന്ന് പറയും. ഈ സാധനത്തിൽ ഏത് പ്രോഡക്റ്റിലും തന്നെ ആഡ് ആയിട്ടുണ്ട്? ഫാഡറിലും ആഡ് ആയിട്ടുണ്ട് സാറേ? ഇതിനകത്ത് ഗ്രീൻ ഫോഡർ ഉണ്ട്, ഡ്രൈ ഫോഡർ ഉണ്ട്, കോൺസെൻട്രേറ്റ് ഫീഡ് ഉണ്ട്, സപ്ലിമെന്റ്സ് ഉണ്ട്. ഓക്കെ. ഗ്രീൻ ഫോഡറായിട്ട് ഏത് ആഡ് ആയിട്ടുണ്ട്? മക്കച്ചോളം സൈലേജോ? മക്കച്ചോള സൈലേജ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്രൈ ഫോഡറായിട്ട് വരുന്നത് 4 തരം വൈക്കോല് നിരത്ത് ചേരുന്നുണ്ട്. മണിച്ചോളം, നിലക്കടല, അരിത്തവിട്, അതുപോലെ നവധാന്യക്കൂട്ടും ചേരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിലൊക്കെ കാൽസ്യം മിനറൽ മിക്സിൽ ആഡ് ആയിട്ടുണ്ടോ സാറേ? ആഡ് ആയിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരത്തില്ല, ഇതിനകത്ത് തന്നെ ആഡ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ഫീഡ് ഫോർ കാറ്റിൽ എന്ന് പറയും. ഇത് നമ്മ എത്രയാണ് സാധനം കൊടുക്കുന്നത് സാറേ ഇതൊക്കെ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ പാലിന് 1 കിലോ വെച്ച് നമ്മൾ കൊടുക്കണം. 1 ലിറ്റർ പാലിന് 1 കിലോ വീതം. പ്ലസ് വെള്ളം മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട. പിന്നെ എനിക്ക് ഇഷ്ടംപോലെ പുല്ലുണ്ട് സാറേ. ഇപ്പം മഴ പിഞ്ഞതും ഇഷ്ടംപോലെ പുല്ലുണ്ട്. അപ്പം എങ്ങനെയാണ് കൊടുക്കണം? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ പുല്ല് കൊടുത്താലും നമ്മൾ പെല്ലറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ, പെല്ലറ്റ് കൊടുക്കണമല്ലോ. പെല്ലറ്റ് കൊടുക്കേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ പുല്ലിന്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് വരും. പുല്ല് കൊടുക്കേണ്ടി വരത്തില്ല, പുല്ല് കൂടെ ആഡായിട്ട് വരുന്ന ഫീഡാണ്. ഓക്കെ. പിന്നെ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫാർമർക്ക് ഒരു ബെനിഫിറ്റ് ആണ് സാറേ? ഫാർമറിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബറിന്റെ എക്സ്ട്രാ ആയിട്ടുള്ള ലേബറിന്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. ഒരാൾക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് പാക്കറ്റ് പൊട്ടിക്കുക, ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഡ്രൈ ആയിട്ടാണ് കൊടുക്കേണ്ടത്. 30% മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ. ഡ്രൈ ആയിട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് എത്ര കൊല്ലമായിട്ട് ഇവിടെ സപ്ലൈ ചെയ്തുണ്ട് സാറേ? കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ ഈ ഫീഡ് തന്നെ കൊടുക്കുന്നത് ഈ ഫാമിലേക്ക്. ഓക്കെ. ഈ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഇത് കൊടുക്കുമ്പോൾ സാർക്ക്? എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് കണ്ടിട്ടുണ്ട്? ആരോഗ്യം നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഹെൽത്ത് ഇഷ്യൂസും ഫാറ്റ് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. തന്നെ ഈ പറയുന്നത് മിൽക്ക് കൂടുതലുണ്ട്. വേലയാൾക്കളുടെ വേലയാൾക്കൾ എത്ര നമുക്ക്? അതുപോലെ ലേബറിന്റെ അളവ് ഞാൻ ഇവിടെ കുറച്ചിട്ടുണ്ട്. ലേബർ വേണ്ടി ഞാൻ എന്റെ ഇവിടുത്തെ സ്റ്റാഫ് ഇതിനോട് ബെനിഫിറ്റ് എന്താ സാറേ? ഇത് കൊടുക്കുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഫാറ്റ് നിലവിൽ കൊടുക്കുന്ന ഫാറ്റ് 1.5% ഫാറ്റ് നമുക്ക് കൂടിയിട്ടുണ്ട്. അത് കൂടാതെ മിൽക്കും കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലേബർ ചാർജ്, ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരെ 4 ലേബേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നിലവിൽ എനിക്ക് ലേബറിന്റെ ആവശ്യം ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് ബെനിഫിറ്റാണ്. പക്ഷെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്, ആരോഗ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്, വേറെ ഒരു തരത്തിലോ കുഴപ്പവും ഇല്ല. സാറേ ഇത് TMR ചൊല്ലി ഇത് പശുക്കൾക്ക് എങ്ങനെയാണ് എത്ര രീതിയിൽ കൊടുക്കണം സാറേ? ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ലിറ്റർ പാൽ കിട്ടുന്ന പശു രാവിലെ 7:30 വൈകുന്നേരം 7:30 ലിറ്റർ പാൽ കിട്ടുന്ന പശുവിന് രാവിലെ 7.5 കിലോ TMR, വൈകിട്ട് 7.5 കിലോ TMR. 1 ലിറ്റർ മിൽക്ക് 1 കിലോ. 1 ലിറ്റർ മിൽക്കിന് 1 to 1.25 വരെ കൊടുക്കണം. അപ്പം 1 കിലോ വെച്ച് കൊടുത്താൽ 15 ലിറ്റർക്ക് 15 കിലോ. എത്ര ടൈം കൊടുക്കണം സാറേ? 2 ടൈമിൽ. ഫോർ എക്സാമ്പിൾ രാവിലെ 15 ലിറ്റർ പാൽ കിട്ടുന്ന പശുവിന് രാവിലെ 7:30 ആണെങ്കിൽ പാല്, വൈകിട്ട് 7:30 ആണെങ്കിൽ രാവിലെ 7.5 കിലോ, വൈകിട്ട് 7.5 കിലോ. ഇത്ര കൊടുത്താൽ മതി. ഇത്രയും കൊടുത്താൽ വെള്ളം മാത്രം കൊടുത്താൽ മതി. ഇപ്പം എനിക്ക് പുല്ല് கொஞ்சம் ഇഷ്ടം പോലെ ഉണ്ട് സാറേ. എനിക്ക് ഇവിടെ മഴ പെഞ്ഞതെക്കാട്ടിലും പുല്ല് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഈ രീതിയിൽ തന്നെ കുടിക്കുമ്പോൾ സാറേ ഏതെങ്കിലും അളവ് മാറ്റം ഉണ്ടോ? അളവിൽ യാതൊരു മാറ്റവുമില്ല. ഈ രീതിയിൽ തന്നെ കൊടുത്താൽ മതി. പിന്നെ പുല്ല് കൊടുക്കുന്നവർക്ക് എക്സ്ട്രാ പുല്ല് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ. കഴിഞ്ഞാൽ ടോട്ടൽ മിക്സ് റേഷൻ എന്ന് പറയും. TMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മിക്സ് റേഷൻ എന്ന് പറയും. ഇതിനകത്ത് ഗ്രീൻ ഫോഡർ ഉണ്ട്, ഡ്രൈ ഫോഡർ ഉണ്ട്, കോൺസെൻട്രേറ്റ് ഫീഡ് ഉണ്ട്, സപ്ലിമെന്റ്സ് ഉണ്ട്. ഈ ഗ്രീൻ ഫോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മക്കച്ചോള സൈലേജ് ഉണ്ട്, ജോവർ സൈലേജ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഫോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തരം വൈക്കോലാണ് വരുന്നത്. മണിച്ചോളം വരുന്നുണ്ട്, നിലക്കടല വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചോളം, സോയ, അരിത്തവിട്, ഗോതമ്പ് തവിട്, DRGS, അതുപോലെ തന്നെ കാൽസ്യം മിനറൽ മിക്സ്ചർ എക്സ്ട്രാ വരുന്നുണ്ട് ഇതിനകത്ത്. അനിമൽ എങ്ങനെ